സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ രണ്ടാം ദിനത്തിലേക്ക്. പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയോടെയാണ് രണ്ടാം ദിന പര്യടനം ആരംഭിച്ചത്. പെരിയാർ ഇരട്ടക്കൊലക്കേസ് പ്രതിക്ക് വീണ്ടും പരോൾ. 10ാം പ്രതി രഞ്ജിത്തിനാണ് പരോൾ അനുവദിച്ചത്. 2 മാസം മുൻപും രഞ്ജിത്തിന് പരോൾ ലഭിച്ചിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ വീണ്ടും പരോൾ നൽകിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. TP വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നത് അവർക്ക് മറ്റൊരു വിഷയവും ഉന്നയിക്കാനില്ലാത്തതിനാലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആർക്കൊക്കെ പരോൾ കിട്ടുന്നുവെന്ന് നോക്കിയല്ല സർക്കാരിന്റെ പ്രവർത്തനമെന്നും MV ഗോവിന്ദൻ. KSRTC ബസിന് മാർഗതടസ്സം സൃഷ്ടിച്ച കാർ യാത്രികൻ. കാസർഗോഡ് നിന്ന് കോട്ടയത്തേക്ക് പുറപ്പെട്ട സ്വിഫ്റ്റ് ബസിനെയാണ് കാർ യാത്രക്കാരൻ മണിക്കൂറുകളോളം ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കാതെ മാർഗതടസ്സം സൃഷ്ടിച്ചത്. കാസർഗോഡ് ഓൾ കേരള MLSP അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. KNU സംസ്ഥാന സെക്രട്ടറി അജിത് M ഉദ്ഘാടനം ചെയ്തു. പെരിയാർ സൺഡേ വെറ്ററൻസ് ക്ലബ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ജോളി തായന്നൂർ വിജയികളായി. വാർത്തകൾ വിശദമായി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ രണ്ടാം ദിനത്തിലേക്ക്. പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയോടെയാണ് രണ്ടാം ദിന പര്യടനം ആരംഭിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത യാത്ര ചൊവ്വാഴ്ച കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്രയ്ക്ക് കാസർഗോഡ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ഞായറാഴ്ച കുമ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, ഒപ്പം തെരഞ്ഞെടുപ്പിന് അണികളെ സജ്ജമാക്കുക എന്നതാണ് ജാഥയുടെ പ്രധാന ലക്ഷ്യം. രണ്ടാം ദിനത്തിൽ പൗരപ്രമുഖരുമായി MV ഗോവിന്ദൻ കൂടിക്കാഴ്ച നടത്തി. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. രണ്ടാം ദിനത്തിൽ ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ നിയോജക മണ്ഡലങ്ങളിലായിരുന്നു സ്വീകരണം. കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ജാഥ ചൊവ്വാഴ്ച കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. അടുത്ത മാസം 14-ന് പാലക്കാടിലെ തരൂരിലാണ് MV ഗോവിന്ദൻ നയിക്കുന്ന ജാഥയുടെ സമാപനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരിയാർ ഇരട്ടക്കൊലക്കേസ് പ്രതിക്ക് വീണ്ടും പരോൾ. 10ാം പ്രതി രഞ്ജിത്തിനാണ് പരോൾ അനുവദിച്ചത്. 2 മാസം മുൻപും രഞ്ജിത്തിന് പരോൾ ലഭിച്ചിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ വീണ്ടും പരോൾ നൽകിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കല്യോട്ടെ, ശരത് ലാൽ, കൃപേഷ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ എറണാകുളം CBI കോടതി ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്നതിനിടെയാണ് പ്രതികൾക്ക് പരോൾ അനുവദിച്ചത്. നിലവിൽ 1ാം പ്രതി പീതാംബരൻ, ഗിജിൻ എന്നിവർ പരോളിലാണുള്ളത്. ഇതിനിടയിൽ രഞ്ജിത്തിനും പരോൾ അനുവദിക്കുകയായിരുന്നു. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന വ്യവസ്ഥയിലാണ് പരോൾ. 2019 ഫെബ്രുവരി 17-ന് നിന്ന് 2019 ഫെബ്രുവരി 17-ന് ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു പ്രതികൾ ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതികൾ പുറത്തിറങ്ങുന്നത് ക്രമസമാധാന പ്രശ്നത്തിന് കാരണമാവുമെന്ന പോലീസിന്റെ റിപ്പോർട്ട് മറികടന്നാണ് പരോൾ അനുവദിക്കുന്നതെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. TP വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നത് അവർക്ക് മറ്റൊരു വിഷയവും ഉന്നയിക്കാനില്ലാത്തതിനാലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആർക്കൊക്കെ പരോൾ കിട്ടുന്നുവെന്ന് നോക്കിയല്ല സർക്കാരിന്റെ പ്രവർത്തനമെന്നും MV ഗോവിന്ദൻ.
കേന്ദ്ര സർക്കാരിനെതിരെ പറയാൻ കുഞ്ഞാലിക്കുട്ടിക്ക് ധൈര്യമില്ലെന്നും സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും MV ഗോവിന്ദൻ കാസർഗോഡ് പറഞ്ഞു. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കേരള സർക്കാരിന് പരിഭവം പറയാനേ ആവുന്നുള്ളൂ, വാങ്ങിയെടുക്കാനാവുന്നില്ല. ഇനി അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല. എന്നാൽ കേന്ദ്രത്തെ വിമർശിക്കാൻ ധൈര്യമില്ല, കേന്ദ്രത്തിന്റെ നിലപാട് തെറ്റാണെന്ന് പറയാനുള്ള ആർജവമില്ല. എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി പറയാണ് വാങ്ങിയെടുക്കാൻ കഴിയുന്നില്ല. നേരെ മറിച്ചാണ് വാങ്ങിയെടുക്കുക. കേരള ഗവൺമെന്റ് വാങ്ങിയെടുക്കുന്നില്ല, കേരള ഗവൺമെന്റ് അവകാശപ്പെട്ട തരില്ലേ വേണ്ടേ, ആ തരുന്നില്ല. അല്ലാത്തപ്പോഴാണ് സുപ്രീം കോടതി വരെ പോയത്. ഇനി ശക്തിയായ സമരത്തിലേക്ക് പോകേണ്ടി വരും. കുഞ്ഞാലിക്കുട്ടി സമരത്തിന് ചെയ്യാറുണ്ടോ? UDF ചെയ്യാറുണ്ടോ? എന്നിട്ട് പറയുകയാണ് വളരെ മാന്യമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് വാങ്ങിയെടുക്കാൻ കഴിയുന്നില്ല, കേന്ദ്രത്തെ വിമർശിക്കാനുള്ള അട്ടലില്ല. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ഇപ്പോ ഇവിടെ ഈയായാലും കോൺഗ്രസ് ആയാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അവഗണനക്കെതിരായിട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനവിഭാഗങ്ങളെയും അണിചേർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് അതിൽ പ്രതിപക്ഷമായിട്ട് പങ്കുവഹിക്കണം. ആ പങ്ക് വഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്കുള്ള ഒരവസ്ഥ. അപ്പോ വാക്കുകൊണ്ട് പോലും തള്ളി പറയാൻ കുഞ്ഞാലിക്കുട്ടിക്കാവുന്നില്ല എന്നുള്ളത് അത് RSS BJP വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതിന്റെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് വേറൊന്നും കേരളത്തെ പറ്റി പറയാൻ പറ്റില്ല, കേരളത്തിന്റെ വികസനത്തെ പറ്റി പറയാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റിനെ പറ്റി പറയാൻ പറ്റില്ല, ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടുള്ള കേരള അവഗണനയെ പറ്റി പറയാൻ പറ്റില്ല. ഒന്നും വരാതിരിക്കാൻ പറയുമ്പോൾ അനിക്കോ ജാമ്യം കിട്ടിയ അല്ലെങ്കിൽ മറ്റെന്താ പറഞ്ഞേ പരോൾ കിട്ടിയതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരെല്ലാം ജയിലിൽ കിടക്കുന്ന ആർക്കൊക്കെയാണ് പരോൾ കിട്ടിയത് എന്നുള്ള നോക്കിയിട്ടാണോ ഞങ്ങൾ ജാതകം കൊണ്ടത്? നിങ്ങൾക്ക് രാഷ്ട്രീയമായ ഉത്തരവാദിത്വമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ നിർവഹിക്കുന്നത്. അത് ചോദിച്ചോ, അതിന് മറുപടി ഞാൻ. KSRTC ബസ്സിന് മാർഗതടസ്സം സൃഷ്ടിച്ച കാർ യാത്രികൻ. കാസർഗോഡ് നിന്ന് കോട്ടയത്തേക്ക് പുറപ്പെട്ട സ്വിഫ്റ്റ് ബസ്സിനെയാണ് കാർ യാത്രക്കാരൻ മണിക്കൂറുകളോളം ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കാതെ മാർഗതടസ്സം സൃഷ്ടിച്ചത്. സംഭവത്തിൽ KSRTC ബസ് ഡ്രൈവർ നീലേശ്വരം പോലീസിൽ പരാതി നൽകി. കാസർഗോഡ് ഡിപ്പോയിൽ നിന്നും കോട്ടയത്തേക്ക് പുറപ്പെട്ട KSRTC സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിനാണ് കാർ യാത്രികൻ മണിക്കൂറുകളോളം മാർഗതടസ്സം സൃഷ്ടിച്ചത്. ബസ് കാറിനെ ഓവർടേക്ക് ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് വിവരം. ഉദുമ മുതൽ 7 കിലോമീറ്ററോളം ബസ്സിനെ മറികടക്കാൻ കാർ യാത്രക്കാരൻ സമ്മതിച്ചില്ല. അപകടകരമായ രീതിയിലായിരുന്നു കാറിന്റെ യാത്ര. പല ഘട്ടങ്ങളിലും KSRTC ബസ്സിനെ തൊട്ടുരുമിയാണ് കാർ യാത്ര ചെയ്തത്. ഇത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തം. KSRTC ബസിന്റെ ഡ്രൈവർ സംയമനം പാലിച്ചതിനാൽ അപകടം ഒഴിവായി. നിരന്തരം ഹോണടിച്ചിട്ടും ബസിന് സൈഡ് കൊടുക്കാൻ കാർ യാത്രക്കാരൻ തയ്യാറായിരുന്നില്ല. സംഭവത്തിൽ KSRTC ഡ്രൈവർ നീലേശ്വരം പോലീസിൽ പരാതി നൽകി. ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സമസ്ത 100ാം വാർഷികം അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഭാഗമായി സമ്മേളന നഗരിയിൽ ഉയർത്തുന്ന 100 പതാകകളിൽ ഒരു പതാക പൂച്ചക്കാട് ഖാസി ഹസൈർ മഖാമിൽ നിന്നും കൊണ്ടുപോകും. ജില്ലാ മുഷാവറ ജോയിന്റ് സെക്രട്ടറി അബ്ബാസ് ഫൈസി പുത്തിയെ നേതൃത്വം നൽകിയ പതാക വാഹന സംഘത്തെ പൂച്ചക്കാട് വൻ സ്വീകരണം നൽകി. സമസ്ത 100ാം വാർഷികം അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഭാഗമായി സമ്മേളന നഗരിയിൽ ഉയർത്തുന്ന 100 പതാകകളിൽ ഒരു പതാക പൂച്ചക്കാട് ഖാസി ഹസൈർ മഖാമിൽ നിന്നും കൊണ്ടുപോകും. ജില്ലാ മുഷാവറ ജോയിന്റ് സെക്രട്ടറി അബ്ബാസ് ഫൈസി പുത്തിയെ നേതൃത്വം നൽകിയ പതാക വാഹന സംഘത്തെ പൂച്ചക്കാട് വൻ സ്വീകരണം. ജാഥ ക്യാപ്റ്റൻ പതാക പൂച്ചക്കാട് ജമാഅത്ത് കമ്മിറ്റിക്ക് കൈമാറി. ജമാഅത്ത് അംഗങ്ങൾ പതാക കോഴിക്കോട് വരക്കൽ മഖാമിലേക്ക് എത്തിച്ചു. പൂച്ചക്കാട് ജുമാ മസ്ജിദ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പൂച്ചക്കാട് ജുമാ മസ്ജിദ് പരിപാലന സമിതി അംഗവും SMF ജില്ലാ നേതാവുമായ സോളാർ കുഞ്ഞഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു.
വലിയൊരു സന്തോഷവും. തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. അൽഹംദുലില്ലാ, നമുക്ക് അറിയാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം നടക്കുമ്പോൾ വളരെ വലിയ ഒരുക്കങ്ങളൊക്കെ നമ്മൾ ഒരുങ്ങാനുണ്ട്. നമ്മളതിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അതൊക്കെ അള്ളാഹു വളരെ നല്ല നിലയിൽ പൂർത്തീകരിക്കാനും ഒരു കുറവുമില്ലാതെ ഒരു നിലക്കും ഒരു കോട്ടവും സംഭവിക്കാത്ത വിധത്തിൽ അള്ളാഹു നല്ല നിലയിൽ നമുക്ക് ഈ സമ്മേളനം വരവേൽക്കാനും അത് കൂടാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ജാഥ ഉപനായകൻ മുഗു അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ, ദാവൂദ് ഹാജി ചിത്താരി, ഡയറക്ടർ ഹാരിസ് ദാരിമി, ജില്ലാ മുഷാവറ അംഗങ്ങളായ ബഷീർ ദാരിമി തളങ്കര, പി കെ താജുദ്ദീൻ ദാരിമി പടന, കോർഡിനേറ്റർ ഫാറൂഖ് ദാരിമി കൊല്ലമ്പാടി, കാസിം ദാരിമി, മൂസ മൗലവി, മുഹമ്മദ് അലി മൗലവി, ബഷീർ പൂച്ചക്കാട്, അബ്ദുറഹ്മാൻ കണ്ടത്തിൽ, നൌഷാദ് പൂച്ചക്കാട്, റഫീഖ് മാളികയിൽ, അബ്ദുഖാദർ കണ്ടത്തിൽ, സുഹൈർ അസ്ഹരി, മുഹാജിർ, നജീബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ കുഞ്ഞുവളപ്പ് തറവാട്ടിൽ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ട് ഉത്സവത്തിന് മുന്നോടിയായി കൂവമളന്നു. തുടർന്ന് പെരിയ കർണമൂർത്തി, പെരിയ മീങ്ങുന്നോൻ, കലൈപ്പാടി എന്നിവയ്ക്ക് ആചാരവിധി പ്രകാരം തെയ്യംകെട്ടിനുള്ള അടയാളം കൊടുത്തു. പെരിയ കുഞ്ഞുവളപ്പ് തറവാട്ടിൽ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ട് ഉത്സവത്തിന് മുന്നോടിയായി കൂവമളന്നു. ആചാരസ്ഥാനികരുടെ സാന്നിധ്യത്തിൽ പ്രധാന ക്ഷേത്രങ്ങളിലേക്കും ദേവസ്ഥാനങ്ങളിലേക്കും തറവാടുകളിലേക്കും നിവേദ്യത്തിനുള്ള നെല്ലളന്നു മാറ്റി. കുണ്ടംകുഴി ശ്രീപഞ്ചലിംഗേശ്വര ക്ഷേത്ര സെക്രട്ടറിയുടെ 21 വിലകൾ. കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രം, തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം, കീഴൂർ ധർമ്മശാസ്ത ക്ഷേത്രം, മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കും സമീപ ദേവസ്ഥാനങ്ങളിലേക്ക് തറവാടുകളിലേക്കുമാണ് കൂവമളന്നത്. പതിക്കാൽ കുമാരൻ കൂവമളക്കുന്നതിന് നേതൃത്വമേകി. തുടർന്ന് പെരിയ കർണമൂർത്തി, പെരിയ മീങ്ങുന്നോൻ, കലൈപ്പാടി എന്നിവയ്ക്ക് ആചാരവിധി പ്രകാരം തെയ്യംകെട്ടിനുള്ള അടയാളം കൊടുത്തു. 27-നും 28-നും മാർച്ച് 1-നുമാണ് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗതമായ നിർമ്മാണ രീതി നമ്മൾ ഓരോരുത്തരുടെയും മുമ്പിലുണ്ട്. ആ പരമ്പരാഗതമായ നിർമ്മാണ രീതിയും വികസന കൺസെപ്റ്റും അത് മാറി പുതിയ കാലത്തിനനുസരിച്ചുള്ള പുതിയ തലമുറയെ കൂടി അഡ്രസ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ വികസനത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ പുതിയ കാലത്ത് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും എല്ലാം വലിയ നിലയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റത്തിനനുസരിച്ചുകൊണ്ടുള്ള ഏറ്റവും നൂതനമായ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന പ്രതിഭാശാലികളായിട്ടുള്ള ആളുകളാണ് ലെൻസ്ഫെഡ് ഉൾപ്പെടെയുള്ള ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും വിലപ്പെട്ട നൂതനമായ ആശയങ്ങളെ സ്വീകരിക്കാൻ, അതിനെ സ്വാഗതം ചെയ്യാൻ, അതിനോടൊപ്പം സഞ്ചരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും തയ്യാറാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളുടെ ഒരു പരിച്ഛേദമാണ് ഞങ്ങളുടെ ഈ ജില്ലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ ചെയർമാൻ VV രമേശൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് EP ഉണ്ണികൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മുൻ സംസ്ഥാന സെക്രട്ടറി PM സുനിൽകുമാർ, PB അനിൽകുമാർ, K സുരേന്ദ്രൻ, KE മുഹമ്മദ് ഫസൽ, ബിജോ മുരളി, A പ്രദീപ് കുമാർ, V രമേശ്, ജോൺ ലൂയിസ്, AC മധുസൂദനൻ, കുര്യൻ ഫിലിപ്പ്, VD ജയകുമാർ, PC സലീൽ കുമാർ, ബിനു സുബ്രഹ്മണ്യൻ, ആശിഷ് ജേക്കബ്, T ഗിരീഷ് കുമാർ, ജാബിർ തിരുവത്ത എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് CV വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുയോഗം നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. 14ാമത് ജില്ലാ സമ്മേളനമാണ്.
നമ്പർ എന്നറിയപ്പെടുന്ന നിലയിൽ ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ അതിൻ്റെ 14ാമത് സമ്മേളനം വന്നു ചേർന്നതിൽ ഞങ്ങളേറെ സന്തോഷിക്കുകയാണ്. പ്രത്യേകിച്ച് കാസർഗോഡ് സപ്തഭാഷാ സംഗമഭൂമിയാണ്. അതിൽ കാസർഗോഡിൻ്റെ ഒരു സാംസ്കാരിക തലസ്ഥാനമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാഞ്ഞങ്ങാട്. ആ കാഞ്ഞങ്ങാട് വെച്ച് സംസ്ഥാന സമ്മേളനം നടത്താൻ നിശ്ചയിച്ചതിൽ ഞങ്ങളെ സന്തോഷിക്കുകയാണ്. ജിതിൻ സുധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. CS വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. CM സനൽകുമാർ, K സലീം, K മുഹമ്മദ് കോയ, PB അനിൽകുമാർ, EP ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഗിരീഷ് കുമാർ K നന്ദി അർപ്പിച്ച് സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് മുതൽ കാഞ്ഞങ്ങാട്ട് വരെ നടന്ന പൊതുപ്രകടനത്തിന് P രാജൻ, സജി മാത്യു, VV ഗോപാൽ, ജോയ് ജോസഫ്, അഭിലാഷ്, N ശ്രീജിത്ത്, VV അഖിൽ, സുലേഖ്, PK വിനോദ്, അശോകൻ K എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേലാശ്വരം EMS സ്മാരക ഗ്രന്ഥാലയം ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് അക്ഷരകരോൾ പരിപാടി സംഘടിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. വേലാശ്വരം EMS സ്മാരക ഗ്രന്ഥാലയം ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് അക്ഷരകരോൾ പരിപാടി സംഘടിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം നിർവഹിച്ചു. വേലാശ്വരം UAE കമ്മിറ്റിയുടെ അവരുടെ കാലത്ത് ചെയ്യാൻ വേണ്ടി പറ്റാതിരുന്ന ഒന്ന് അവർക്ക് ഈ സൗകര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. അപ്പൊ ഈ നാട് വളരുമ്പോൾ ഈ രീതിയിലേക്ക് വളരാം. അത്യാധുനികം ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ നാട് വളരെയധികം മുന്നിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് വേലാശ്വരത്തിനകത്തെ UAE കമ്മിറ്റി. അപ്പൊ അവരുടെ ചിന്താഗതി എന്ത് തന്നെയായാലും മോശമില്ല. നമ്മുടെ നാട്ടിനകത്ത് ഒരാളും ഒരു പ്രിന്റ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോപ്പി എടുക്കാനോ പുറത്തേക്ക് പോകേണ്ടതില്ല. ഏത് രാത്രിയായാലും എത്ര വൈകിയായാലും നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ ക്ലബിനകത്ത് നിന്നുകൊണ്ട് ഒരു സൗകര്യം ഒരുക്കണമെന്നുള്ള അവരുടെ ചിന്താഗതിക്ക് ഏറ്റവും വലിയ ഒരു കയ്യടിയാണ് കൊടുക്കാനുള്ളത്. ഗ്രന്ഥാലയം പ്രസിഡന്റ് T ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അജാനൂർ പഞ്ചായത്ത് മാതൃസമിതി കൺവീനർ P രവീന്ദ്രൻ മാസ്റ്റർ, CPIM ലോക്കൽ സെക്രട്ടറി P കൃഷ്ണൻ, ഗ്രന്ഥാലയം മുൻ പ്രസിഡന്റ് MP സുബ്രഹ്മണ്യൻ മാസ്റ്റർ, വിശ്വഭാരതി UAE കമ്മിറ്റി ഭാരവാഹികളായ P മധു, T വിനോദ് എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥാലയം സെക്രട്ടറി ഷനൽകുമാർ V സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വെച്ച് വിശ്വഭാരതി UAE കമ്മിറ്റി നൽകിയ പ്രിന്ററിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അടോട്ട് മൂത്തേടത്ത് കുതിര പുതിയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. അടോട്ട് മൂത്തേടത്ത് കുതിര പുതിയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി പൂമാരുതൻ തെയ്യം, പുല്ലൂർണൻ തെയ്യം, ചാമുണ്ടിയമ്മ, പെരളത്ത് ഭഗവതി, വിഷ്ണുമൂർത്തി, പാടാർകുളങ്ങര ഭഗവതി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നോർത്ത് കോട്ടച്ചേരി തുളിച്ചേരി ശ്രീ പടിഞ്ഞാറുവീട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു.
നോർത്ത് കോട്ടച്ചേരി തുളിച്ചേരി ശ്രീ പടിഞ്ഞാറ് വീട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ഉദ്ഘാടനം നിർവഹിച്ചു. തറവാടിന്റെ പുനഃപ്രതിഷ്ഠയും ഗൃഹപ്രവേശനവും ചടങ്ങിൽ നിങ്ങൾ ക്ഷണിച്ചതിന് ഏറെ സ്നേഹത്തോടു കൂടി ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ താനങ്ങളും തറവാടുകളും നിലനിൽക്കുന്നത്. ഇപ്പൊ നേരത്തെ സ്വാഗതം പറയുമ്പോൾ കുമാരേട്ടൻ ഒരു കാര്യം സൂചിപ്പിച്ചു. 50 വർഷം പഴക്കമുള്ള ഒരു തറവാട് ഇപ്പോ 9 മാസം കൊണ്ടാണ് ഇത്രയും ഭംഗിയായി നിങ്ങൾ ഇതിന്റെ പണി കഴിപ്പിച്ചത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കഠിന പ്രയത്നം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ നാടിന്റെ കൂട്ടായ്മ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു കാലത്ത് അമ്പലങ്ങളിൽ പോകാൻ നമുക്ക് അവസരമില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. തറവാട് പ്രസിഡന്റ് എം രാഘവൻ മാണിക്കോത്ത് അധ്യക്ഷത വഹിച്ചു. കൊപ്പൽ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ MV രാഘവൻ, സ്വാമി പ്രേമാനന്ദ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ MV രാഘവൻ, സ്വാമി പ്രേമാനന്ദ, കിഴക്കുങ്കര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം സെക്രട്ടറി K സതീശൻ, ഐശ്വര്യകുമാരൻ, സുനിൽകുമാർ നോർത്ത് കോട്ടച്ചേരി, സിറ്റി ചാനൽ MD മോഹനൻ എന്നിവർ സംസാരിച്ചു. തറവാട് സെക്രട്ടറി P കുമാരൻ സ്വാഗതവും സുധാകരൻ തൈക്കടപ്പുറം നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന കലാസന്ധ്യ ശ്രദ്ധേയമായി. ചടങ്ങിൽ വെച്ച് മുതിർന്ന തറവാട്ടംഗങ്ങളെ ആദരിക്കൽ ചടങ്ങ് നടന്നു. തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. രാത്രി 10 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റം നടന്നു. തുടർന്ന് പൊട്ടൻ തെയ്യം, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണ വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ വാർഷിക പദ്ധതി വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരണ പൊതുയോഗം വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചാണ് നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലയിൽ ഇപ്പോൾ കാലിത്തീറ്റ ആയാലും അതുപോലെ തന്നെ കന്നുകൂട്ടി പരിപാലനമായാലും കൃത്യമായി നടന്നു വരുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളൊരു പരിശോധന നമുക്ക് നടത്തേണ്ടതുണ്ട്. നമ്മളെല്ലാവരും ഗുണഭോക്തൃ പട്ടിക എന്നുള്ള രീതിയിൽ ഗ്രാമസഭകൾക്ക് വെക്കുകയും നമ്മൾ ഒന്നിനും അപേക്ഷ കൊടുക്കാതിരിക്കുകയും പിന്നീട് എനിക്ക് ഒരു ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഗ്രാമസഭക്ക് കൃത്യമായി പങ്കെടുക്കുകയും ഞാൻ ഏതൊക്കെ അപേക്ഷ കൊടുക്കണം എന്നുള്ള നല്ല ബോധത്തോടുകൂടി ഗ്രാമസഭക്ക് പോവുകയും എല്ലാ തരത്തിലും സർക്കാരിന്റെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു വരുന്നത്. അതൊക്കെ നമ്മൾ അതിനകത്ത് പങ്കാളിയാവണമെങ്കിൽ കൃത്യമായി ഗ്രാമസഭക്ക് പങ്കെടുക്കുകയും നമ്മുടെ ഓരോ പങ്കാളിത്തം അതിനകത്ത് ഉറപ്പാക്കുകയും വേണം. വൈസ് പ്രസിഡന്റ് മൂലക്കണ്ണം പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P കാവ്യ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C കുഞ്ഞാമിന, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ PK മഞ്ജീഷ, അബ്ദുൾ കരീം, K ബിന്ദു, രതീഷ് വെള്ളംതട്ട തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി T ഷൈജു സ്വാഗതവും
പദ്ധതികളുടെ കരട് റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്ന് 14 വർക്കിംഗ് ഗ്രൂപ്പുകൾ വെവ്വേറെ യോഗം ചേരുകയും പദ്ധതികൾ ചർച്ച ചെയ്യുകയും രൂപീകരിക്കുകയും ചെയ്തു. വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗത്തിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ക്രോഡീകരണം നടത്തി ഗ്രാമസഭകളിൽ അവതരിപ്പിച്ച് പദ്ധതിക്ക് രൂപം നൽകുമെന്ന് ഇവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണീശ്വരം പുളിയക്കാട്ട് ചിറക്കാൽ തറവാട് കുടുംബസംഗമം നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയ കെ ഉദ്ഘാടനം ചെയ്തു. രാവണേശ്വരം പുളിയക്കാട്ട് ചിറക്കാൽ തറവാട് കുടുംബസംഗമം നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയ കെ ഉദ്ഘാടനം നിർവഹിച്ചു. രാവണീശ്വരം പുളിയക്കാട്ട് ചിറക്കൽ തറവാടിൻ്റെ കുടുംബ സംഗമത്തിനാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ തറവാടുമായി എനിക്കുള്ള ബന്ധം എന്ന് പറയുന്നത് എൻ്റെ അച്ചാച്ചൻ്റെ തറവാടാണ് എന്നുള്ളൊരറിവ് ഈ തറവാട് സംഗമവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ സംസാരിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞു. അപ്പം അച്ഛൻ്റെയൊക്കെ ഓർമ്മകൾ ഉള്ള ഒരു കുടുംബ സംഗമത്തിൻ്റെ ഭാഗമാകാനും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനും കഴിഞ്ഞതിലുള്ള ഭാഗ്യവും അഭിമാനവും ആദ്യമേ തന്നെ അറിയിക്കുന്നു. നമുക്കറിയാം, കാസർഗോഡ്, കണ്ണൂർ, വടക്കൻ മലബാർ മേഖലയിലൊക്കെ തെയ്യങ്ങളാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. തെയ്യങ്ങളുടെ ഒരു ആഘോഷവും ഉത്സവവും കളിയാട്ടവും വയനാട്ടുകുലവനും ഒക്കെയാണ് നമ്മളെ വടക്കൻ മേഖലയെ ഒരുപാട് ഉണർത്തിക്കുന്ന ഒന്ന്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കൂട്ടായ്മയുടെ സംഘടിപ്പിക്കേണ്ടതിൻ്റെ ജനകീയമായിട്ടുള്ള തറവാടുകളും വടക്കൻ മേഖലയുടെ വലിയൊരു പ്രത്യേകതയാണ്. തറവാടുകൾ അത് എപ്പോഴും നമ്മളെ തിരക്ക് പിടിച്ച ജീവിതമാണ്, ഓടിക്കൊണ്ടേയിരിക്കുന്നതാണ്, എല്ലാത്തിനും തിരക്കാണ്, സമയമില്ല. പക്ഷേ നമ്മൾ ഒന്നിച്ചു കൂടാനും ഒത്തുചേരാനും സമയത്തിന് വേണ്ടി അന്വേഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള തറവാട്ട് കുടുംബസംഗമവും കളിയാട്ടവും വയനാട്ടുകുലവനൊക്കെ ആചരിക്കുമ്പോൾ ആ അനുഷ്ഠാനത്തിൻ്റെ പേരിൽ അവയൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് മനുഷ്യന്മാർക്ക് പരസ്പരം ഒത്തുകൂടാനും പഴയ പഴങ്കഥകൾ പറയാനും ഇനി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു സഹായകമാകാനൊക്കെ ഇത്തരത്തിലുള്ള കുടുംബസംഗമവും തറവാടുകളൊക്കെ ഉപകാരപ്പെടുന്നുണ്ട്. കൊപ്പൽ ചന്ദ്രശേഖരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് CH നാരായണൻ അധ്യക്ഷത വഹിച്ചു. സംഗമത്തിൽ വെച്ച് 80 വയസ്സ് കഴിഞ്ഞ തറവാട്ടംഗങ്ങളെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സബീഷ് കെ ആദരിച്ചു. തുടർന്ന് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. 2024-25 അധ്യയന വർഷത്തിൽ വിവിധ പരീക്ഷകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. അനുമോദനവും ഉപഹാര സമർപ്പണവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രതീഷ് വെള്ളംതട്ട നിർവഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ ദീപ വിനോദ്, അജാനൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ ദീപ വിനോദ്, അജാനൂർ പഞ്ചായത്ത് 2-ാം വാർഡ് മെമ്പർ സുധാ അശോകൻ എന്നിവർ സംസാരിച്ചു. കുറ്റിക്കോൾ ക്ഷേത്രം കുഞ്ഞിരാമൻ കാർന്നോച്ചനും തറയിൽ കാർന്നോർ നാരായണനും ഭദ്രദീപം തെളിയിച്ചു. പ്രമോദ് ചിറക്കാൽ സ്വാഗതവും M കുഞ്ഞിക്കണ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ 2-ാം ദിനത്തിലേക്ക്. പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയോടെയാണ് 2-ാം ദിന പര്യടനം ആരംഭിച്ചത്. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിക്ക് വീണ്ടും പരോൾ. 10-ാം പ്രതി രഞ്ജിത്തിനാണ് പരോൾ അനുവദിച്ചത്. 2 മാസം മുൻപും രഞ്ജിത്തിന് പരോൾ ലഭിച്ചിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ വീണ്ടും പരോൾ നൽകിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. TP വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നത് അവർക്ക് മറ്റൊരു വിഷയവും ഉന്നയിക്കാനില്ലാത്തതിനാലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആർക്കൊക്കെ പരോൾ കിട്ടുന്നുവെന്ന് നോക്കിയല്ല സർക്കാരിന്റെ പ്രവർത്തനമെന്നും MV ഗോവിന്ദൻ. KSRTC ബസിന് മാർഗതടസ്സം സൃഷ്ടിച്ച കാർ യാത്രികൻ. കാസർഗോഡ് നിന്ന് കോട്ടയത്തേക്ക് പുറപ്പെട്ട സ്വിഫ്റ്റ് ബസിനെയാണ് കാർ യാത്രക്കാരൻ മണിക്കൂറുകളോളം ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കാതെ മാർഗതടസ്സം സൃഷ്ടിച്ചത്. കാസർഗോഡ് ഓൾ കേരള MLSP അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. KNU സംസ്ഥാന സെക്രട്ടറി അജിത് M ഉദ്ഘാടനം ചെയ്തു. പെരിയ സൺഡേ വെറ്ററൻസ് ക്ലബ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ജോളി തായന്നൂർ വിജയികളായി.
ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.